മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോ പൊട്ടുകറിയോ, അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട, മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇടുക്കിയിലൊക്കെയാണ് മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ്, അദ്ദേഹം MLA ആയിരുന്നപ്പോൾ സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി ആയതിനു ശേഷം അങ്ങേർക്കും സത്യമൊന്നും അറിയില്ല. മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ പറയുന്നത് കേട്ടു. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ 1886 എഗ്രിമെന്റ് വെച്ച് 1895 പണി പൂർത്തീകരിച്ച് 96 എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ്. അപ്പൊ 130 വർഷമായി ഈ ഡാം പണി വെച്ചിട്ട്. ഇങ്ങനെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 50 വർഷത്തെ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറയുന്നത് ഒരു കുഴപ്പമില്ല. നീ എന്താ മറുപടി പറയുന്നത്? നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലാതിരിക്കാൻ സാധ്യത. പൊട്ടും എന്ന് പറഞ്ഞു. പൊട്ടും ഒറ്റയാണ് മതി. ഒരു ഡാമിന്റെ ആയുസ് 50 വർഷം എന്ന് ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞിരിക്കുമ്പോൾ 130 വർഷം പഴക്കമുള്ള ഈ കുന്തം പിന്നെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മാറ്റി പുതിയ ഡാം പണിയാൻ പാടില്ല. പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടിയില്ല എന്ന്, പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയും? ഈ 35 ലക്ഷം ജനങ്ങളുടെ ജീവന്റെ സ്വത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആർക്കെങ്കിലും ഏൽക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. ആര് കേൾക്കും? 35 ലക്ഷം ജനം. ഞാൻ പറയാം, പന്തളം ഉൾപ്പെടെ, ചെങ്ങന്നൂർ ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ കാണുകയാണ്. ഇന്ന് ആലോചിച്ച് അവിടെ പോയി നിൽക്കുന്നു. നോക്കിയപ്പോ 3 മീറ്റർ സിറ്റാണ്, ചെളിയാണ്. അതിന്റെ മുകളിൽ 107 കറക്റ്റാണ്. മനസ്സിലായോ? അപ്പൊ ആ 3 മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി. അതാണ് ഞാൻ നോക്കി, ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ മിണ്ടാതിരുന്നത് കുറച്ച് നാളായിട്ട്. എന്നാ പറയണം, നമ്മൾ എന്ത് ഇടപെടുന്നതിന് മിണ്ടാതിരുന്നത്. ഇതിപ്പം സഹിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിക്കും. അതുകൊണ്ട് പറഞ്ഞത്. നമസ്കാരം. ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയമായിരിക്കുന്നത് മുല്ലപ്പെരിയാർ തന്നെയാണ്. അഥവാ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയവും മുല്ലപ്പെരിയാറാണ്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ലോകത്ത് നിർമ്മിച്ചിരിക്കുന്ന പ്രമുഖ അണക്കെട്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ ഉള്ള തുംഗഭദ്ര അണക്കെട്ടും നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാറുമാണ് അതിൽ എടുത്തു പറയേണ്ട അണക്കെട്ടുകൾ. ഇന്നൊരു പക്ഷേ ലോകത്ത് നിലനിൽക്കുന്ന സുർക്കി അണക്കെട്ടുകളിൽ, സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതും കേരളത്തിലെ മുല്ലപ്പെരിയാറും കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടും തന്നെയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ തകരുകയും ഇപ്പോഴും അവിടെ നിന്ന് ഏതാണ്ട് 60 TMC ജലം ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. തുംഗഭദ്ര അണക്കെട്ടിൽ ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 TMC ജലം ഒഴുക്കി വിട്ടാൽ മാത്രമേ അവിടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ സമതല പ്രദേശത്ത് നിലനിൽക്കുന്ന അണക്കെട്ട് എന്നൊരു കാരണവശാലും തുംഗഭദ്രയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അത് ബാരേജാണ്, ജലശേഖരം മാത്രമാണ്. സമതല പ്രദേശത്ത് നിലനിൽക്കുന്ന ഈ ബാരേജിൽ നിന്നാണ് ഇപ്പോൾ 60 TMC ജലം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തുംഗഭദ്രയിൽ ഉണ്ടായതുപോലെ ഒരു ഷട്ടർ തകർച്ചയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അപജയം മുല്ലപ്പെരിയാറിന് സംഭവിക്കുകയാണെങ്കിൽ അവസ്ഥ അതായിരിക്കില്ല. അതായത് ഇന്നിപ്പോൾ തുംഗഭദ്രയിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥയായിരിക്കില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തുംഗഭദ്ര അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം സമതലത്ത് നിലനിൽക്കുന്ന ഒരു ബാരേജാണ്, അണക്കെട്ടല്ല. മാത്രമല്ല അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മുല്ലപ്പെരിയാറിൻ്റെതിന് തുല്യമായ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നില്ല. തുംഗഭദ്ര അണക്കെട്ട് നിർമ്മിച്ചതിന് ശേഷം 71 വർഷം മാത്രമാണ് പിന്നിടുന്നത്. 70 വർഷത്തെ കാലാവധിയാണ് ആ അണക്കെട്ടിന് അവർ പറഞ്ഞിരുന്നത്. 1 വർഷം മാത്രമാണ് ഇപ്പോൾ കൂടുതലായിരിക്കുന്നത്. എന്നാൽ കേവലം 60 വർഷം മാത്രം ആയുസ് പറഞ്ഞിരിക്കുന്ന മുല്ലപ്പെരിയാറാകട്ടെ 130ാമത് പിറന്നാളിലേക്ക് കടക്കുന്നു. അതായത് 60 വർഷം എന്നുള്ളത് കടന്ന് മറ്റൊരു 60 കൂടി കടന്ന് 120ആയി. പിന്നെയും ഒരു 10 വർഷം കൂടി കഴിഞ്ഞ് 130 വർഷമായിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ അടിത്തട്ടിൽ ബലക്ഷയങ്ങളുണ്ട്, ചോർച്ചയുണ്ട്, സുർക്കി മിശ്രിതം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നെല്ലാം പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മാറിയ കാലാവസ്ഥയിൽ മേഘവിസ്ഫോടനം പോലുള്ള കാലാവസ്ഥകൾ ഉണ്ടാകുന്നു.
അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്യുന്നു. വൃഷ്ടിപ്രദേശത്താണ് കനത്ത മഴ പെയ്യുന്നത്. ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് മുല്ലപ്പെരിയാറിലാണ്. മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഭൗമശാസ്ത്രജ്ഞർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം റിക്ടർ സ്കെയിലിൽ വളരെ ഭീതിതമായ രീതിയിൽ അവിടെ ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ നിലനിൽപ്പിന് അത് ഭീഷണിയാകും എന്ന് പറയുമ്പോഴാണ് 130 വർഷം പ്രായമായ ഈ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിൽ നിന്നും തമിഴ്നാട് സർക്കാരോ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു വിവരം ഞെട്ടലോടുകൂടി കേരളീയർ മനസ്സിലാക്കുന്നത്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്ന് തന്നെ ശാസ്ത്രലോകം ഒരേ വിധത്തിൽ ഉത്തരം നൽകുമ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളി നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും കോടിക്കണക്കിന് രൂപ പറ്റിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ തലമുതിർന്ന നേതാക്കളും മന്ത്രിമാരുമെല്ലാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്നാണ് നിഷ്പക്ഷരായ ആളുകൾ, മുല്ലപ്പെരിയാറിന് കീഴെ പേടിച്ച് കഴിയുന്ന ആളുകൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ് ഇപ്പോൾ BJP നേതാവായ PC ജോർജ്. PC ജോർജ് MLA ആയിരിക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ 5 പ്രാവശ്യത്തിലധികം അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായ നിരീക്ഷണം നടത്തി പഠനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ PC ജോർജും പറയുന്നു ഇത് പണ്ടേ പൊളിച്ചു കളയേണ്ടതാണ്. 130 വർഷമായ ഈ അണക്കെട്ട് പൊളിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റിയതായിരിക്കില്ല എന്ന് PC ജോർജും അടിവരയിട്ട് പറയുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ മുല്ലപ്പെരിയാർ പൊളിക്കേണ്ടതില്ല, അത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ KT തോമസ് എന്ന ജഡ്ജിയുടെ അഭിപ്രായങ്ങളോട് മുഖം തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് PC ജോർജ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ അദ്ദേഹം ജഡ്ജിയെ വിമർശിച്ചിരിക്കുന്നത്. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന വയോവൃദ്ധനായ ഈ ജഡ്ജിക്ക് ഇനി മുല്ലപ്പെരിയാറിൽ എന്ത് സംഭവിച്ചാലും ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ കേരളത്തിന്റെ അവസ്ഥ അതല്ല, ഇവിടെയുള്ള ജീവജാലങ്ങളുടെ അവസ്ഥ അതല്ല. ഒരു കാരണവശാലും KT തോമസിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. KT തോമസിന് കൂടി വന്നാൽ ഇതിലെന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്കറിയാം. മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ. എന്നാൽ കേരളത്തിലെ ചെറിയ കുട്ടികളെയും യുവാക്കളുടെയും എല്ലാം കാര്യങ്ങൾ അതല്ല, കേരളം തന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഏത് വിധേനയും ഡീകമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് മാധ്യമ സമ്മേളനത്തിൽ PC ജോർജ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്റെ പ്രതികരണം അറിയിക്കുന്നതിന് വേണ്ടി, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് PC ജോർജ് പത്രസമ്മേളനം വിളിച്ചത്. ഈ പത്രസമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന കേരള സംസ്ഥാനത്തെയും തമിഴ്നാട് സംസ്ഥാനത്തെയും എല്ലാം അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഡീകമ്മീഷൻ അല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് തുറന്നു പറയുന്ന PC ജോർജ് മറ്റൊരു അണക്കെട്ടിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം, എന്നാൽ നിലവിലുള്ള മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് തന്നെയാണ് PC ജോർജ് പത്രസമ്മേളനത്തിൽ തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറഞ്ഞത്. ഇത് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തന്നെയായിട്ടാണ് PC ജോർജ് പറഞ്ഞത്. PC ജോർജ് പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോ പൊട്ടുകറിയോ, അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട, മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇടുക്കിയിലൊക്കെ മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ്, അദ്ദേഹം MLA ആയിരുന്നപ്പോൾ സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി ആയതിനു ശേഷം അങ്ങേർക്കും സത്യമൊന്നും അറിയില്ല. മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ പറയുന്നത് കേട്ടു. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ 1886 എഗ്രിമെന്റ് വെച്ച് 1895 പണി പൂർത്തീകരിച്ച് 96 എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ്. അപ്പൊ 130 വർഷമായി ഈ ഡാം പണി വെച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 50 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറയുന്നത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ഒരു സംശയം വേണ്ട, എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 1300 അടി, ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തു നിന്ന് 1300 അടി താഴെ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച്, റിട്ട് എഗ്രിമെന്റില്ല, തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ? അതൊന്നും ഒഴുകിപ്പോയില്ലല്ലോ.
എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും, ഇതായിരിക്കണം മുദ്രാവാക്യം. കാരണം തമിഴ്നാട്ടിലെ 3 ജില്ലയല്ല 5 ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ്. അതുകൊണ്ട് വെള്ളം കൊടുത്തേ തീരും. തമിഴ്നാടിന് വെള്ളം കൊടുത്തേ മതിയാവും. പക്ഷേ അതിന്റെ പേരിൽ നമ്മുടെ 35 ലക്ഷത്തോളം, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യം നിങ്ങൾ വിലയിരുത്തണം. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ്. ഉടൻ ഒട്ടും താമസം വേണ്ട, ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം. കോടതി പോയിരിക്കുന്ന കോടതിയുടെ കാര്യം മിണ്ടി പറഞ്ഞ കേരള മുഖ്യമന്ത്രി കോടതി പറഞ്ഞു. എന്തിന് കോടതി? സുപ്രീം കോടതി എന്ത്? ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചാൽ കോടതിയുടെ ഇടപെടലുണ്ടാവും. നമ്മുടെ കേരള സർക്കാരാണ് കോടതിയിലേക്ക് പോയത്. അവിടെ കോടതി ഇടപെടൽ വന്ന് ഞാൻ ചോദിക്കും, ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ബായി എന്ന് പറഞ്ഞാണ് പിണറായി വിജയനും സ്റ്റാലിനും നടക്കുന്നത്, അല്ലേ? ഈ രണ്ടും ഒന്നാണല്ലോ. ഇന്ത്യ സഖ്യം അങ്ങനെയല്ലേ പറയുന്നത്? നേരെ രണ്ടും കൂടെ ഒരു മണിക്കൂർ കുത്തിയിരുന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. രണ്ടും കൂടെ ആലോചിക്കണം, ഉടനെ കുത്തിയിരുന്ന് ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, അതിനുള്ള തീരുമാനം ഉടനെ എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യമാണ് ഞാൻ നോട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് വായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വായിച്ചില്ലേ? ഇല്ലെങ്കിലും മനസ്സിരുത്തി വായിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡാമിന്റെ കാര്യം പരിശോധിക്കാൻ വേണ്ടി 5 തവണ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ, ഞാനെന്ന് പറയുമ്പം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒന്ന് CPM MP ജയരായൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ആഗസ്റ്റ് KPC സെക്രട്ടറി ആഗസ്റ്റ് ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭന്മാരായ MLA ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പെറ്റീഷൻ കമ്മിറ്റി, ഞാനായിരുന്നു അതിന്റെ ചെയർമാൻ. 3 പ്രാവശ്യം പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഞാനായിരുന്നു. ആ കമ്മിറ്റി അടിസ്ഥാനത്തിൽ 5 പ്രാവശ്യം ഈ മുല്ലപ്പെരിയാർ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ തമിഴ്നാടുകാരൻ മറ്റൊന്ന് പോലെ ചെയ്യാവുന്ന പോലെ നമ്മളെ ഉപദ്രവിക്കാനുള്ള പണികളെല്ലാം ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ക്ഷമിക്കണം, ഇത് ഓഫ് ചെയ്യാനും പറ്റിയില്ല, ക്ഷമിക്കുക. അതായത് തമിഴ്നാട്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ആദ്യം ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നതിൽ ഞങ്ങൾ അവിടെ സന്ദർശിക്കുകയാണ്. കുമ്മനവരെ MLA ഒരുമിച്ച് വന്ന് ബാക്കി ഞങ്ങൾ 2 പേർ, ആഗസ്റ്റിൽ ഞാൻ മാത്രം സ്പീഡ് ബോട്ടിൽ വളരെ വേഗം ഈ ഡാം സെറ്റ് ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ IAS ഉദ്യോഗസ്ഥന്മാർ, ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ മുഴുവൻ പേരും കാപ്പാത്തക്ക് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ മുമ്പിൽ ഉതിരിക്കരുത്, ഞങ്ങളെ ഉതിരി വെള്ളം തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളം തരാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, വെള്ളം തരുന്നത്, പക്ഷെ ഞങ്ങളുടെ ജീവൻ വേണം എന്ന് ഞാൻ അവരോടും പറഞ്ഞു. പക്ഷേ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ പെറ്റീഷൻ കമ്മിറ്റി ചെല്ലുമ്പോൾ ഒരു എഞ്ചിനീയർ, ഒരു സെക്ഷൻ ഓഫീസ് പോലും ഇതിനു വേണ്ടി നമ്മൾക്കില്ല. പോരെ, മുല്ലപ്പെരിയാർ ഇല്ല. മുല്ലപ്പെരിയാർ സെക്ഷനിൽ എന്ന് മാത്രമല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്ഷൻ രൂപീകരിച്ചു. ഒരു AEയും 30 ഉദ്യോഗസ്ഥന്മാരെയും സ്റ്റാഫിനെയും നിയമിച്ചു. 6 മാസം കഴിഞ്ഞ് ഞാൻ പരിശോധിച്ചിട്ടും അവിടെ ഒരു ഉദ്യോഗസ്ഥനും ചെന്നിട്ടില്ല. വീണ്ടും കമ്മിറ്റി അവിടെ വിസിറ്റ് നടത്തി. ഗവൺമെന്റ് ശക്തമായ റിപ്പോർട്ട് വെച്ചു. നിയമസഭ ചർച്ചയായി. അപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരെ അതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ സബ് ഡിവിഷൻ ആക്കി വെച്ചത്. ഇപ്പോഴും കുമളിയിലുണ്ട്, അവിടെ ഇല്ല. കുമളി നിന്നിട്ട് കാര്യമുണ്ടോ? എങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് പോകും? ഞാൻ ചോദിച്ചു. 3ാമത്തെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചത്, അത് നിതീഷ് കമ്മിറ്റി റിപ്പോർട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടി. ഞാൻ കൊണ്ടുവരാൻ പറ്റിയില്ല, ഇതുകൊണ്ടല്ല, ഒന്ന് ആലോചിച്ച്. എന്റെ കാലത്തിന് ശേഷം ശ്രീ ഉണ്ണിയാടൻ ആ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഉണ്ണിയാടൻ റിപ്പോർട്ട് കൊണ്ട് ഈ ഡാം വളരെ അപകടകരമാണ്, എത്രയും പൊളിച്ചു നീക്കണം, പുതിയ ഡാം പണിയണമെന്ന് ഉണ്ണിയാടൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞ് പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി നമ്മുടെ മോൻസി ജോസഫാണ്. മോൻസിന്റെ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അതീതമായി മന്ത്രിമാരുൾപ്പെടെ ഒരു വലിയ
സെലക്ട് കമ്മിറ്റി വെച്ചു, അതായത് ഒരു പ്രത്യേക കമ്മിറ്റി. ആ കമ്മിറ്റിയും ഡാം അപകടകരമായ സ്ഥിതിയിലാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുക. ആ നിലയ്ക്ക് ഇനി എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? വളരെ വേഗം ആ ഡാം പൊളിച്ചു മാറ്റണം. ജനങ്ങളുടെ ഭീതി എങ്ങനെ കിടന്നുറങ്ങുന്നത്? ഒരു മനുഷ്യർ കിടന്നുറങ്ങാൻ പറ്റാത്ത ഗതിയായില്ല. നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞേക്കാം, പുറത്ത് പറയാൻ പാടില്ല, പക്ഷെ പറയുക. നമ്മുടെ ഇടുക്കി ഡാം പൊട്ടിയാൽ ഒറ്റയല്ല പറയുന്നു, ബാക്കി മുഴുവൻ പറഞ്ഞാൽ കുഴപ്പമാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയത്തിനുള്ളിൽ മുണ്ടക്കയത്ത് വെള്ളം എത്തി തകർന്നിരിക്കും. മതിയോ? ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മുല്ലപ്പെരിയാറിൽ നിന്നും മുല്ലപ്പെരിയാർ ഡാമിൻ സൈറ്റിൽ നിന്നും വണ്ടിപ്പെരിയാറിൽ വെള്ളം വരുന്ന ആ സമയം കൊണ്ട് ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ന്യായമായി ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ല. ജനം ചോദിച്ചു എന്തുകൊണ്ട് ഇത് പണിയുന്നില്ല എന്ന് വെച്ചാൽ പണിയാൻ ഒന്നുമില്ല. അതായത് നിങ്ങൾ നോട്ടൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഏകദേശം കാരണം വെച്ചിട്ടുണ്ട് 8000 ഏക്കർ സ്ഥലമാണ്. അനുബന്ധമായിട്ട് 100 ഏക്കറും കൂടെ കൊടുത്തിരിക്കുന്നു. ഇനി ഒരേക്കറിന്റെ പാട്ടം എത്രയാണ്? 5 രൂപ. മതിയോ? 1970 ആണ് ആ പാട്ടക്കരാറൊന്ന് പുതുക്കിയതിനൊന്നും മിണ്ടിയിട്ടില്ല. പുതുക്കിയപ്പോൾ എന്താ പറയാ, അതും തെറ്റായി പോയി. അതിനകത്ത് ഏക്കറിന് 30 രൂപ, 5 നല്ല 30 രൂപ ആക്കി. അത് മതിയോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ വെള്ളം ഉണ്ടാക്കുന്നതിന് ഒരു തർക്കം ഉണ്ടായപ്പോൾ അവിടെ ഒരു അമ്പയർ നിശ്ചയിച്ചു. ആ അമ്പയർ വിധി വന്നു, ഒരു കാരണവശാലും ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിക്കാൻ തമിഴ്നാടിന് അധികാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അധികാരമില്ലാതെ പറഞ്ഞെങ്കിലും തമിഴ്നാട് വെള്ളം വൈദ്യുതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. രസമല്ല, നമ്മുടെ അത്യാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് വാങ്ങും. ആ കൊടുക്കുന്ന വില നമ്മുടെ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് കിട്ടേണ്ടത് തരുന്നില്ല. അത് സൗജന്യമാണ്. 70 നമ്മുടെ മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുത്തപ്പോ 54 മുതൽ മുൻകാല പ്രാബല്യം കൂടി കരുതിച്ചു. കുഴപ്പമില്ല ഉണ്ടോ? ഒന്ന് ആലോചിച്ച്, ലോകത്ത് ഇടപാടുണ്ടോ? 54 മുതൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഫ്രീ ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാൻ അനുവദിച്ചിരിക്കുന്നു. അതുവരെ വൈദ്യുതി ഉണ്ടാക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ വലിയ കടുങ്കയാണ് നടന്നിട്ടുള്ളത്. ഇത് ഒരു തമിഴ്നാടിന്റെ കടന്നുകയറ്റവും കൊള്ളത്തരവുമാണ്. കൊള്ളക്കാരെ പോലെയാണ് തമിഴ്നാട് നമ്മോട് പെരുമാറുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെയേറെ സൗഹൃദത്തിലാണ് സ്റ്റാലിനുമായിട്ട് ഇന്ത്യ സഖ്യമാണെന്നറിയുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ഇന്ത്യ സഖ്യം ഇടപെടണം, എന്നിട്ട് പ്രശ്നം പരിഹരിക്കണം. ഏതായാലും ഈ വിഷയം, ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ആകെ ജനങ്ങൾക്ക് രക്ഷ എവിടെയാണുള്ളത്? ആകെ ഒരു മോദിജിയിൽ മാത്രമാണ് രക്ഷ കാണുന്നത്. വേറെ അടുത്ത് എന്തായാലും നോക്കാം. നമ്മുടെ വയനാട് കണ്ടില്ലേ? വയനാടിലെ മനുഷ്യൻ മുഴുവൻ ദുഃഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്നും നടക്കാനും അവിടെ പോകാനൊന്നും പറ്റിയില്ല. രോഗികൾ കിടക്കുന്നിടത്ത് വെച്ച് പുറത്ത് വന്നിട്ട് രോഗികളൊക്കെ കിടപ്പുണ്ടല്ലേ എന്ന് പറഞ്ഞ് കൂടുതൽ സ്ഥലം കിട്ടും. എന്താ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തി ആ വയനാടിലെ മുഴുവൻ ദുരന്ത മേഖലകളിലും സന്ദർശിച്ചു എന്ന് മാത്രമല്ല, ആരും കടന്നില്ലാത്ത ദുരന്ത മേഖലയിലേക്കും പിണറായിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ബഹുമാനപ്പെട്ട മോദിജി കടന്നു ചെന്നു. എന്നിട്ടോ അദ്ദേഹം പോയപ്പോൾ എന്താ പറഞ്ഞത്? പണം ഒരു പ്രശ്നമല്ല, ഇവിടെ ഉള്ള ആളുകൾക്ക് പുനരധിവാസം കൊടുക്കാൻ ആവശ്യമുള്ള പണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഉടനെ നമ്മുടെ മുഖ്യമന്ത്രി, അതാ സ്വഭാവം, ഉടനെ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഒരു 2000 കോടി രൂപയ്ക്ക് എന്നേക്കാൻ മതി. 2000 കോടി എന്നേക്കാൻ കാശ് കൊടുക്കാന്ന് പറയും. എന്തിനാ 2000 ചോദിക്കണ്ടേ, പറയണ്ടേ? കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും ഓഫീസ് ചോദിച്ചു, കണക്ക് തരാൻ പറഞ്ഞു. കണക്ക് തന്നേരെ രൂപ എന്നേക്കാന്ന് ഇപ്പോഴും കണക്ക് കൊടുത്തിട്ടില്ല. ഈ നിലയിൽ കേരളം അധപ്പതിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിലും മുല്ലപ്പെരിയാറിലെ 35 ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ ജീവന്റെ സ്വത്തിന്റെ പ്രശ്നമാണ്. ഇതും ശക്തമായി പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെന്റിനെ ശ്രദ്ധപ്പെടുത്തും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എത്ര പേര് പോയത് കണ്ടായിരുന്നല്ലോ. അതായത് ഈ സുക്കി എന്ന് പറയുന്നത് കുമ്മായവും ഒരു പശയും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ സുഖിയോട്ട് പണിത
ഡാമായത്. ഈ ഡാമിൽ ഒരു ദിവസം 30 ടൺ സുർക്കിയാണ് ഒഴുകിപ്പോകുന്നത്. ഏതാ ഇത്? ഈ ഡാമിനിടയ്ക്കൂടെ ഈ കല്ലിനിടയ്ക്ക് വന്നിച്ച് ഒഴുകി പൊക്കോണ്ടിരിക്കും. ഞാൻ അതിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അത്രയും അവർക്ക് കണക്കാക്കി 30 ടൺ സുർക്കി ഒഴുകുന്നുണ്ടെന്ന്. ആ 30 ടണ്ണിന് തുല്യമായിട്ട് സുർക്കി അത് ഗാലറി ഉണ്ട്, അവർ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇതിന് മുമ്പ് പോയനെ ഇത് ഇത്രയും വിഷമിക്കുന്ന ഒരു പുതിയ ഡാമെന്ന് കൊടുത്താൽ പോരെ. അതെ, അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് അവിടെ അല്ലേ രക്ഷയുള്ളൂ. ആകെ പറയാൻ അവിടെ അല്ലേ ഉള്ളൂ. വേറെ ആരോട് പോയി പറയാന്? പറയണ സമയം കഴിഞ്ഞു എന്ന അഭിപ്രായക്കാരനായ സംശയമൊന്നുമില്ല. പറയേണ്ട സമയം കഴിഞ്ഞു. ആ മാന്യം തിരുവനന്തപുരത്തായ കിടപ്പേ, ഇടുക്കിയിലല്ലല്ലോ. അതായത് ഇത് ഞാൻ ചോദ്യത്തിന് ഉത്തരവായിട്ട് വളരെ എളിമയോട് ഞാൻ നിങ്ങളെ പറഞ്ഞ് വളരെ സ്നേഹത്തോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊല്ലാതിരിക്കാൻ സാധ്യത. പൊട്ടും എന്ന് പറഞ്ഞു. പൊട്ടും ഒറ്റയാണ് മതി. ഒരു ഡാമിന്റെ ആയുസ് 50 വർഷം എന്ന് ശാസ്ത്രലോകം മുഴുവൻ പറഞ്ഞിരിക്കുമ്പോൾ 130 വർഷം പഴക്കമുള്ള ഈ കുന്തം പിന്നെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മാറ്റി പുതിയ ഡാം പണിയാൻ പാടില്ല. പൊട്ടും എന്ന് പറഞ്ഞാൽ പൊട്ടിയില്ല എന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉത്തരം പറയും? ഈ 35 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആർക്കെങ്കിലും ഏക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചോദ്യം. ആര് കേൾക്കും? 35 ലക്ഷം ജനം. ഞാൻ പറയാം, പന്തളം ഉൾപ്പെടെ, ചെങ്ങന്നൂർ ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ കാണുകയില്ല. ഇന്ന് ആലോചിച്ച് അവിടെ പോയി നിൽക്കുന്നു. ആകെപ്പാടെ അന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വെള്ളികുളം വഴി, വാഗമൺ വള്ളികുളം വഴി, കാരികാല വഴി വെള്ളം വന്ന് മീനച്ചിലാറ് പറഞ്ഞ് ഈരാറ്റോട്ട മുഴുവൻ പോകുന്നു പറഞ്ഞിരുന്നു. അന്ന് നമ്മളെ വളരെ നിർബന്ധമായി എസ്റ്റിമേറ്റ് എടുപ്പിച്ച് വഴിക്കടവിൽ, അത് നിങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ, വഴിക്കടവിൽ നമ്മൾ ഡാം കെട്ടി. ആ അയ്യോ വരുമെന്നോ തല കാണുകയില്ല. ഇടയിൽ വെള്ളം ഒഴുകുന്ന എങ്ങനെയാണെന്ന് അറിയാൻ ആർക്കും പറയാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പഠിച്ചതാണ്. അതായത് സ്വാഭാവിക സംശയം വേണ്ട. നമ്മളപ്പോ അത് തെളിവുകൾ പറയാം. നിങ്ങളെ കൂടെ കാണിക്കാതെ നമ്മളവിടെ ഡാം പണിതു. ഏത് വഴിക്കടവിൽ ഡാം പണിതപ്പോൾ ആ വെള്ളം എന്നിട്ട് തിരിച്ച് ഇടുക്കിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. നിറഞ്ഞ് ഉള്ള കിടക്കുക അവിടെ. സംശയമുണ്ടോ വെള്ളം വരുന്നുള്ളതിന്? അതിലെ ആ വെള്ളം മുഴുവൻ കാരികാട് വഴി, തീക്കോയി വഴി, ഈരാറ്റുപേട്ട, മീനച്ചിലാറ് വന്ന് കോട്ടയത്ത് വരേണ്ടത്. അത് മുഴുവൻ ഇടുക്കിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുക. അന്ന് കുറെ കുശുമ്പന്മാര് പറഞ്ഞു, ഈ കോട്ടയത്തിൽ കിട്ടേണ്ട വെള്ളം, ഈരാറ്റുപേട്ട കിട്ടേണ്ട വെള്ളം PCOR ഇത് ഇടുക്കിക്കാരെ കൊടുക്കുന്നത്. ഇപ്പൊ അതിനെല്ലാം സൂക്കട് തീർന്നുണ്ടോ പറച്ചില്? ഓരോ നോക്കിക്കണ്ട് ചെയ്യണ്ടേ? ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ പൊന്നനിയെ ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ആവശ്യം അവർക്ക് വെള്ളമാണ്. ആ വെള്ളം അവർക്ക് കൊടുക്കണം. സംശയമുണ്ടോ? നമ്മുടെ പ്രശ്നം തന്നെ, നമ്മുടെ ജീവൻ വേണം. പുതിയ ഡാം പണിയണം, ഇത് പൊളിച്ചു കളയണം, അത്രേ ഉള്ളൂ. അതിന് ആർക്കും തർക്കമില്ല. അവിടെ കണ്ടത് 1300 താഴെ സ്ഥലം കണ്ടെത്തതല്ലേ, എന്തുകൊണ്ടത് പണിയുന്നില്ല? അത് പണിത് വെച്ചാൽ മതി, പ്രശ്നം തീർന്നു. തമിഴ്നാട് എതിർക്കുന്നത് നമ്മുടെ ഇതിലെ ഗുണവധികാരമാണ്. എന്തിനാ തമിഴ്നാടിനെ കുറ്റം പറയുന്നത്? തമിഴ്നാട് അപ്രൂവ് ചെയ്യാനുള്ള 1300 താഴെ ഈ സ്ഥലം കണ്ടെത്തിയത്. അപ്പൊ അന്ന് എന്താ വെച്ചത്? ഇതൊക്കെ കോടികളുടെ കൈമാറ്റമല്ലേ മക്കളെ. അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഞാൻ ഈ ഒരു നല്ല ഒരു സന്ദേശം ഇരിക്കുമ്പോൾ ആരെയും മോശക്കാരനാക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് പറയാത്തെ അല്ലെ കൂടുതൽ വേണ്ടി വരും. നമ്മുടെ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് ഉൾപ്പെടെയല്ലേ ഇറങ്ങുന്നത്. പക്ഷെ എവിടെ പോയി നിൽക്കിയത്? കയറ്റി ദിവസം എന്താ പറഞ്ഞു? അങ്ങനെ അവിടെ പോയി കിടന്നോളാൻ പറ. കയറ്റി ദിവസം ഇത്രയായി കിളവനും അയാൾക്ക് ഇനി എത്ര കൊല്ലം ജീവൻ കിട്ടാനാണ്? നിങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ പ്രസ് ക്ലബിന് ഭാരം 40 വയസ്സിൽ താഴെ, അവരെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ? വായു തൊണ്ണൂറായി ഇപ്പൊ ഇത് വളരെ കാര്യം പിടിച്ച ഒരു കവിയുടെ പോയിരിക്കുന്നത് വലിയ അവൻ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആശങ്കപ്പെടണം.
അതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. KT തോമസ് ആയിക്കോട്ടെ കേട്ടോ, കോട്ടയത്തിൽ നിന്ന് പ്രസ്താവിച്ചാൽ മതി, സുഖമാണ്. ക്ഷമിക്കണം ഇങ്ങനെ പറയുമ്പോൾ, അത്രമാത്രം വികാരമുണ്ട് ഈ കാര്യത്തിൽ എനിക്ക്. അതുകൊണ്ടാണ് ഞാനിത് പോയി കണ്ടവനാ, ഇവിടെ കുത്തിയിരുന്നോണ്ട് പറയല്ലേ. 5 പ്രാവശ്യം മുല്ലപ്പെരിയാർ സന്ദർശിച്ചവൻ, മനസ്സിലായില്ലേ? നിങ്ങൾ അടുത്തിടെ പറഞ്ഞു തരാം. അവിടെ വെള്ളം 107 അടിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു സംശയം 107 അടിയാണോ. ഞാൻ മിണ്ടാതെ പോന്നു. ഇവിടെ നിന്ന് നേവിയിൽ നിന്ന് മുങ്ങവിദഗ്ധർ വരാൻ പറഞ്ഞു അടുത്ത കമ്മിറ്റിക്ക്. അവരെ ഉദ്യോഗസ്ഥരെ വരുത്തിയിട്ട് നേവി ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും പോയി. ഞാൻ അവിടെ അറിയാമോ, അവിടെ പോയി മുങ്ങി എടുത്തോളാം, മുങ്ങി കണക്കെടുത്തോളാൻ പറഞ്ഞു. ഞാൻ നിൽക്കുക ബസ് ഈ ബോട്ടേൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമാർ മുങ്ങവിദഗ്ധ അവരെ സാധനമായിട്ടുണ്ട് ഇറങ്ങി അയച്ച് അവർ കൊണ്ടുവന്ന് ഇപ്പോൾ അത് നൂല നോക്കിയപ്പോൾ 3 മീറ്റർ സിറ്റാണ്, ചെളിയാണ്. അതിന്റെ മുകളിൽ 107 കറക്റ്റാണ്, മനസ്സിലായോ? അപ്പൊ ആ 3 മീറ്റർ ഒന്ന് കൂട്ടിക്ക് ചെളി. അതാണ് ഞാൻ നോക്കി, ഇതെല്ലാം ബുദ്ധിമുട്ടി തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ മിണ്ടാതിരുന്നത് കുറച്ച് നാളായിട്ട്. എന്നെ പറയണം, നമ്മൾ എന്ത് ഇടപെടുന്നുണ്ട് മിണ്ടാതിരുന്നത്. ഇതിപ്പം സഹിക്കാൻ പറ്റാത്ത നിലയിൽ എത്തിക്കും. അതുകൊണ്ട് പറഞ്ഞത്.